ന ന ന കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം 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 ന ന ന. നമസ്കാരം. വൈത്താരിയുടെ 74ാമത്തെ കലാകാരൻ. ഇന്ന് കലാനിലയം ഉദയൻ നമ്പൂതിരി. കലാനിലയം ഉദയൻ നമ്പൂതിരി മട്ടന്നൂർ അടുത്ത് സ്വദേശിയാണ്. ഇദ്ദേഹം മട്ടന്നൂർ ശങ്കരകുട്ടിമാരാരുടെ കീഴിൽ, പത്മശ്രീ മട്ടന്നൂർ ശങ്കരകുട്ടിമാരാരുടെ കീഴിൽ ചെണ്ട വിദ്യാഭ്യാസം ആരംഭിച്ച് അദ്ദേഹത്തിൻ്റെ അനുജൻ മട്ടന്നൂർ ശിവരാമൻ്റെ കീഴിൽ തായമ്പക പഠനം പൂർത്തിയാക്കി. തുടർന്ന് ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിൽ കഥകളി കൊട്ടുപഠിക്കാൻ ചേരുകയും ഇപ്പോൾ ഇദ്ദേഹത്തിന് പ്രത്യേകം ഇങ്ങനൊരു ആമുഖത്തിൻ്റെ ആവശ്യമില്ല. തായമ്പക ലോകത്ത് അതിപ്രശസ്തനാണ്. കഥകളി മേഖലയിൽ അതുപോലെ തന്നെ സജീവമായി കൊണ്ടിരിക്കുന്ന നല്ല ഒരു വാദ്യകലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ ഇനി എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. വളരെ കൊട്ടിൻ്റെ പ്രത്യേകതകളാണ് പറയേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടിൽ വളരെ ശുദ്ധമായ കൃത്യമായ അക്ഷരശുദ്ധിയുള്ള കൊട്ട്, പെറുക്കിയെടുക്കാൻ പറ്റുന്നത് പോലെയുള്ള എണ്ണങ്ങൾ, അതിൻ്റെ സൗമ്യമായ ഈ ചെണ്ടയെ എങ്ങനെ വളരെ സൗമ്യമായി പ്രയോഗിക്കാമോ അത്തരത്തിലൊക്കെ അദ്ദേഹത്തിന് പ്രയോഗിക്കാനുള്ള ആ കോലുകൊണ്ട് ചെണ്ടയിൽ കൊട്ടുന്ന കൊട്ടിൻ്റെ പ്രത്യേകതകൾ കണ്ടാലറിയാം ആ ചെണ്ടയെ എങ്ങനെ വാദ്യത്തെ എങ്ങനെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത്. എങ്ങനെയും തായമ്പകയിൽ ഒരു എല്ലാ പ്രശസ്തരായ അല്ലെങ്കിൽ തൻ്റെ സീനിയർ മുതിർന്ന കലാകാരന്മാർക്കൊപ്പവും താഴെയുള്ള കലാകാരന്മാർക്കൊപ്പവും നിറഞ്ഞ് കൊട്ടിക്കൊണ്ടിരിക്കുന്ന കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒറ്റത്തായമ്പക അതീവ ഹൃദ്യമാണ്. അതുപോലെ തന്നെ മറ്റ് സഹകലാകാരന്മാർക്കൊപ്പം അവരുടെ പ്രയോഗത്തിനനുസരിച്ച് കൊട്ടുന്നതിനുള്ള കഴിവ് ഉദയന് പ്രത്യേകമായുണ്ട്. കഥകളിക്കൊട്ട് പഠിച്ചു എങ്കിൽ പോലും അദ്ദേഹം കുറച്ചു കാലം അതിൽ നിന്ന് മാറി നിന്ന് തൻ്റെ വഴി മറ്റൊരു മേഖലയിലേക്ക് തിരിക്കാൻ ശ്രമിക്കുകയുണ്ടായി. എങ്ങനെയും ആ വഴി അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ ശരിയെന്ന് തോന്നുകയും താൻ പഠിച്ചുറപ്പിച്ച മേഖലയിൽ വീണ്ടും സജീവമാകുകയും ചെയ്ത് ഇപ്പോൾ കഥകളി അരങ്ങിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ അങ്ങോളം കേരളത്തിന് അങ്ങോളം ഇങ്ങോളം നിറഞ്ഞു കൊട്ടിക്കൊണ്ടിരിക്കുന്ന കലാകാരനാണ്. ഞാൻ അധികം വിശേഷണങ്ങൾ ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ കൊട്ടിൻ്റെ സൗകുമാര്യത അല്ലെങ്കിൽ സുകുമാരത അല്ലെങ്കിൽ മാർദ്ദവം മൃദുത്വം എന്നൊക്കെ പറയുന്ന പോലെ നേറുകോലിൻ്റെ വക്കിൻ്റെ അക്ഷരശുദ്ധി അദ്ദേഹത്തിൻ്റെ കൊട്ടിൽ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഞാൻ ഒരിക്കൽ കൂടി അത് പറയുന്നു എന്ന് മാത്രം. എങ്ങനെയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ കൊട്ടിലേക്ക് വരാനുള്ള വഴികൾ ചോദിച്ചറിയാം, അല്ലെങ്കിൽ കേട്ടറിയാം. അദ്ദേഹത്തിനോട് ചോദ്യം ചോദിക്കുന്നത് സമൂഹ മാധ്യമത്തിൽ എന്നല്ല, കലാമേഖലയിൽ അല്ലെങ്കിൽ എഴുത്തുകാരുടെ മേഖലയിൽ, നിരൂപകന്മാരുടെ മേഖലയിൽ സജീവ സാന്നിധ്യമായ ശ്രീവത്സൻ തീയാടിയാണ്. അദ്ദേഹത്തിന് ഗാന്ധിസേവാ സദനത്തിൽ കഥകളി അക്കാദമിയിൽ ജോലി ചെയ്ത, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ കാര്യദർശിത്വം വഹിച്ച പരിചയമുണ്ട്. ഡൽഹിയിൽ പ്രശസ്തമായൊരു പത്രസ്ഥാപനത്തിൽ അദ്ദേഹം ജോലി ചെയ്ത അനുഭവ സമ്പത്തുണ്ട്. അതിനൊക്കെ പുറമെ തൻ്റെ കുടുംബ പാരമ്പര്യത്തിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഈ എങ്ങനെ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തെ തൻ്റെ മനസ്സിലുള്ളത് എഴുത്തിലൂടെ ആവാഹിക്കാൻ പറ്റുമോ,
അതൊക്കെ അദ്ദേഹത്തിൻ്റെ വാചകങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ അക്ഷരങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ, അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിൽ ഒക്കെ ഉണ്ട്. വളരെ ഹൃദ്യമാണ് ശ്രീവത്സൻ്റെ ഈ അത്തരം ഫേസ്ബുക്കിലൂടെ ഉള്ള എഴുത്തുകൾ. എങ്ങനെ ഒരു സ്ഥലത്തെ തൻ്റെ കാഴ്ചപ്പാടിലൂടെ കാണുന്നു എന്ന് വളരെ കൃത്യമായി അദ്ദേഹം സമൂഹത്തിനോട് അറിയിക്കാൻ അദ്ദേഹം യോഗ്യനാണ്. എന്നതുപോലെ തന്നെ ഈ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പങ്കെടുത്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. വളരെ കൃത്യമായി 2 വർഷത്തെ ചോദ്യം ചോദിച്ച് 3-ാമത്തെ വർഷമെത്തി. ഇപ്പോൾ 8 വർഷമായി, അല്ല ഇപ്പോൾ 15 വയസ്സായി, അല്ലെങ്കിൽ ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞ് ഏകദേശം 20 വർഷമായിട്ടുണ്ടല്ലേ, ഒരു ഘട്ടം എത്തി എന്നൊക്കെ വളരെ കൃത്യമായി ഈ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ഉദയനോട് ചോദിച്ച് അതിൻ്റെ വ്യക്തത വരുത്തുന്നുണ്ട് എന്നർത്ഥം. കലാനിലയത്തിൽ പഠിച്ച കാലം, അതിൽ നിന്ന് പിന്നെ തായമ്പയിലേക്ക് പോയ കാലം, വീണ്ടും കഥകളിയിലേക്ക് വന്ന കാലം, വടക്കൻ മലബാറിലുള്ള തെയ്യത്തിനാവട്ടെ അല്ലെങ്കിൽ മേളത്തിനാവട്ടെ അതിൻ്റെ പ്രത്യേകതകൾ, ഉത്സവങ്ങൾക്ക് എല്ലാ മേളങ്ങളും കൊട്ടാനുള്ള സാഹചര്യം എങ്ങനെ വടക്കൻ മലബാറിൽ ഉണ്ടായി എന്നതിൻ്റെ ഒരു കാഴ്ചപ്പാട് ഉദയൻ ശ്രീവത്സൻ തൻ്റെ ചോദ്യത്തിലൂടെ ചോദിക്കുന്നുണ്ട്. എങ്ങനെയും ഇങ്ങനെ ഈ ശ്രീവത്സൻ തീയാടിയെ ഈ ഇൻ്റർവ്യൂവിന് കിട്ടിയതിൽ ഒരിക്കൽ കൂടി സന്തോഷം രേഖപ്പെടുത്തുന്നു. നല്ല ഒരു ഉദയൻ്റെയും ശ്രീവത്സൻ്റെയും സംസാരങ്ങൾ വളരെ ഹൃദ്യമാവും എന്ന് ഉറപ്പുണ്ട്. ഉദയൻ്റെ ജീവിത കലാ മേഖലയെക്കുറിച്ച് പറയുന്നതിനോടൊപ്പം കലാമേഖലയിൽ എന്ത് മാറ്റങ്ങൾ വന്നു എന്നത് ശ്രീവത്സൻ്റെ കാഴ്ചപ്പാടിലൂടെയും ഉദയൻ്റെ ഉത്തരത്തിലൂടെയും നമുക്ക് കേൾക്കാവുന്നതാണ്. നമുക്ക് അവരുടെ വർത്തമാനത്തിലേക്ക് കേൾക്കാൻ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. 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 നമ്മുടെ ഇന്നത്തെ അതിഥി ചെണ്ടവാദനത്തിൽ തന്നെ കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവം എടുത്താൽ പല രീതിയിൽ ഈ വാദ്യം പ്രയുക്തം ആവുന്നതിൽ കാര്യപ്പെട്ട മേഖലകളായിട്ടുള്ള കഥകളിക്കൊട്ട്, തായമ്പക, പഞ്ചാരി, പാണ്ടി തുടങ്ങിയ മേളങ്ങൾ, അതിന് പുറമെ കുറച്ചും കൂടി നമ്മൾ അത്ര തന്നെ ഗൗരവം കൽപ്പിക്കാത്ത എന്ന് പറയാവുന്ന കേളി, അല്ലെങ്കിൽ വടക്കേ മലബാർ പ്രദേശത്തുകാരനായതുകൊണ്ട് തന്നെ തെടമ്പ് നൃത്തം, ഇങ്ങനെയുള്ള പലതരം വാദ്യമേഖലകളിലും ഏറെക്കുറെ ഒരുപോലെ പ്രാവീണ്യമുള്ള ദുർലഭ കലാകാരന്മാരിൽ ഒരാളാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. അദ്ദേഹം മട്ടന്നൂർ സ്വദേശിയാണ്. പേര് ഉദയൻ നമ്പൂതിരി, കലാനിലയം ഉദയൻ നമ്പൂതിരി എന്നും അറിയപ്പെടും. ഉദയൻ പേര് സൂചിപ്പിക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ സ്വദേശം വടക്കേ മലബാറാണ്. എന്നാൽ അദ്ദേഹം കാലങ്ങളായിട്ടൊരു 3 പതിറ്റാണ്ടോളം, അതെത്രയും നമുക്ക് സൂക്ഷ്മം ചോദിച്ചറിയാം, അദ്ദേഹം ഇവിടെ മധ്യ കേരളത്തിലെ ഉണ്ണായി വാര്യരുടെ നാടായിട്ടുള്ള ഇരിഞ്ഞാലക്കുടയിലാണ് താമസം. ഇടക്കാലത്ത് അദ്ദേഹം നാട്ടിൽ പോയിട്ട് തിരിച്ചു വരവൊക്കെ ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ നമുക്കറിയാം. ഇപ്പോൾ ആദ്യം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മലബാറിൽ നിന്ന് വരുന്ന ഒരാളെ സംബന്ധിച്ചോളം ചെണ്ടയുടെ കഥകളിക്കുട്ടിൻ്റെ മേഖലയിലെങ്കിലും അങ്ങനെയുള്ള കൂട്ടുകാർ കുറവായതുകൊണ്ട് നമുക്ക് ആദ്യം അദ്ദേഹത്തിൻ്റെ ആ തരത്തിലുള്ള സാമൂഹ്യ സാംസ്കാരിക ചുറ്റുപാട് എന്താണെന്ന് ചോദിച്ചന്വേഷിക്കാം. കാരണം മിക്കവാറും കഥകളിക്കാർക്ക്, കഥകളി ആസ്വാദകരായാലും പ്രയോക്താക്കളായാലും വേഷക്കാർ, കൊട്ടുകാർ, വെട്ടിക്കാർ, ചുട്ടിക്കാർ എന്തോ ആവട്ടെ, അധികം ആർക്കും പരിചയമില്ലാത്തൊരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്നാണ് ഉദയം വരുന്നത്. കാരണം വടക്കേ മലബാർ ഇന്നത്തെ ഒരു ഭൂപടത്തിൽ വളരെ ശക്തമായിട്ടുള്ള കഥകളി മേഖലയാണെന്ന് നമുക്ക് പറഞ്ഞുകൂടാ. അപ്പം അങ്ങനെയുള്ള ഒരാൾ ഇവിടെ വന്ന് മധ്യ കേരളത്തിൽ വന്ന് കളിക്ക് കൂട്ടുന്നു. തായമ്പകയായാലും വടക്കേ മലബാറുണ്ടെങ്കിൽ കൂടിയും മധ്യ കേരളത്തിന് പ്രത്യേക ചൈതന്യമുള്ളതായിട്ട് പറയും. തൃശ്ശൂർ പിന്നെ മേളങ്ങളുടെ പ്രദേശം എന്തായാലുമാണ്. ആ നിലയ്ക്കൊക്കെ നമുക്ക് ഉദയനോട് കൂടുതൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. വീണ്ടും നമസ്കാരം. ഇതിൽ ആദ്യം പതിവുള്ള ചോദ്യം, കാരണം ഞാൻ മുമ്പ് പ്രേക്ഷകരോടൊന്ന് സൂചിപ്പിച്ചതുപോലെ, എന്തായിരുന്നു ഈ
ഉദയൻ്റെയൊക്കെ ഒരു ബാല്യത്തിൽ അന്നത്തെ സാമൂഹ്യവും അതിലുപരി സാംസ്കാരികമായിട്ട് മട്ടന്നൂർ പ്രദേശത്തിൻ്റെ ചുറ്റുപാട് അത് കൃത്യം മട്ടന്നൂർ തന്നെയായിരുന്നു, അതോ പൊതുവെ മട്ടന്നൂർ എന്ന് പറയുന്നതാണോ സ്ഥലം? എൻ്റെ സ്ഥലം മട്ടന്നൂരിനടുത്ത്, ഇപ്പോൾ മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിൽ പെടുന്ന പെരിഞ്ചേരി എന്ന ദേശമാണ്. മട്ടന്നൂരിൽ നിന്ന് ഒരു 4.5 കിലോമീറ്റർ 5 കിലോമീറ്റർ അകലെയുള്ള സ്ഥലമാണ്. കിഴക്കോട്ടാണോ അതോ? മട്ടന്നൂരിൻ്റെ വടക്കാണ്, മട്ടന്നൂരിൻ്റെ തെക്കാണ്. തെക്കാണ്. മട്ടന്നൂരിൻ്റെ തെക്കാണ് പെരിഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലം. അവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതുമൊക്കെ. 73 ജനനം. അപ്പോൾ 70കളിലെ ബാല്യം എന്ന് പറയുമ്പോൾ സാമാന്യം ഒന്നാമത് ഈ നൂറ്റാണ്ട് മറഞ്ഞതിന് ശേഷം കണ്ടമാനം സാംസ്കാരിക മേഖലയിൽ കണ്ടമാനം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പുതിയ തലമുറയിൽ നമ്മളൊരു കഥകളി ആസ്വാദകനോടോ അല്ലെങ്കിൽ പൊതുവേ കലകളിലായിട്ട് താല്പര്യമുള്ള ഏത് പയ്യന്മാരോട് ചോദിച്ചാലും നമുക്ക് അവർ വേറെ ഏതോ ഒരു ലോകത്ത് ജീവിക്കുന്നവരായിട്ട് തോന്നുക. നമ്മുടെ പറയുമ്പോൾ നമ്മൾ ആ ഒരു പാലം തമ്മിലുണ്ടെങ്കിലും അപ്പോൾ ആ നിലയ്ക്കും കൂടി ചോദിക്കുകയാണ്, ഈ 70കളിലെയൊക്കെ ഒരു വടക്കേ മലബാറിലെ ഒരു അമ്പലത്തിന് ചുറ്റുപുറമുള്ള ഒരു അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണ സമുദായം എന്നോ അല്ലെങ്കിൽ അമ്പലവാസി ഒക്കെ മട്ടിൽ ജനിച്ചു കൊണ്ടുള്ള ഒരാളെ സംബന്ധിച്ചോളം അന്നത്തെ അന്തരീക്ഷം എന്തായിരുന്നു? അന്നത്തെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഗ്രാമക്ഷേത്രങ്ങൾ ഒരുപാടുള്ള സ്ഥലമാണ് ഞാൻ വളർന്ന ചുറ്റുപാടും. ഞങ്ങളുടെ നാട്ടിലുള്ള അമ്പലം പെരിഞ്ചേരി ശ്രീ വിഷ്ണു ക്ഷേത്രം. പെരിഞ്ചേരി വിഷ്ണു ക്ഷേത്രം ലക്ഷ്മണ സങ്കല്പത്തിലാണ്. അത് ശരി. ആ, അവിടെ പെരിഞ്ചേരി അമ്പലം, പിന്നെ മട്ടന്നൂർ മഹാദേവ ക്ഷേത്രം, അവിടെ അടുത്ത് തന്നെ അനവധി കല്ലൂർ മഹാവിഷ്ണു ക്ഷേത്രം, പല ധാരാളം അമ്പലങ്ങളുണ്ട്. കല്ലൂർ അവിടെയുണ്ട്. ആ, മട്ടന്നൂർ ഒരു കല്ലൂരുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ക്ഷേത്രങ്ങളിലെ ഉത്സവം 7 ദിവസത്തെ ഉത്സവമായിട്ടാണ് മിക്കവാറും അമ്പലങ്ങളിൽ കൊണ്ടാടുന്നത്. ഈ 7 ദിവസവും വാദ്യങ്ങൾ, തായമ്പക നിർബന്ധമാണ്. ഉത്സവത്തിൻ്റെ എല്ലാ ദിവസവും തായമ്പക ഉണ്ടാവും, തടമ്പ് നൃത്തം ഉണ്ടാവും, പഞ്ചവാദി ഉണ്ടാവും, മേള ഉണ്ടാവും, അങ്ങനെയുള്ള കൊട്ടുകളെല്ലാം ഉണ്ടാവും. അപ്പോൾ ഈ അന്ന് ചെറുപ്പകാലത്ത് തന്നെ ഈ കൊട്ടുകളൊക്കെ കാണാൻ പോയിട്ട്, അല്ലാതെ വേറെ വാദ്യമായിട്ട് വേറെ പാരമ്പര്യമൊന്നുമില്ല. അച്ഛൻ സ്കൂൾ അധ്യാപകനായിരുന്നു. കുടുംബത്തിനെ ആരും വാദ്യക്കാരില്ല? ഇല്ല. ഏട്ടൻ ഒരാൾ പിന്നീട് പഠിച്ചത്? അല്ല, ഞാനും ഏട്ടനും ഒരു ദിവസമാണ് തുടങ്ങിയത്. അത് ശരി, ഒരുമിച്ചാണ്. നമുക്ക് അതിലേക്ക് വരാം. ആയിക്കോട്ടെ. അപ്പം അങ്ങനെയുള്ള ഉത്സവത്തിന് ഇപ്പോൾ ഈ പറഞ്ഞ കലകളിലൊന്നും കഥകളി എന്നുള്ളൊരു പേര് കേട്ടില്ല. അത് പറയാം. അപ്പോൾ ഞാൻ 84 ശങ്കരൻകുട്ടി ആശാൻ, മട്ടന്നൂർ ശങ്കരൻകുട്ടി ആശാൻ ദക്ഷിണ വെച്ച് 84 കൊട്ട് അഭ്യസിക്കാൻ തുടങ്ങി. 11 വയസ്സുള്ളൂ. അതെ. അങ്ങനെ ആശാൻ്റെ അതിലേക്കുള്ളൊരു പ്രേരണ ഞാൻ ചോദിക്കുന്നത്, ഒരു മാരാര് പൊതുവാള് കുടുംബത്തിലല്ലാഞ്ഞൊരാൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പഠിക്കാൻ, ഞാൻ ആസ്വാദനത്തിനായാലും അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. ഈ ഉത്സവങ്ങൾ കാണാൻ പോയി ഈ കൊട്ടുകൾ കേട്ട് ഈ തടമ്പ് നൃത്തത്തിന് കൊട്ടുന്നതായാലും തായമ്പകയായാലും പഞ്ചവാദി ആയാലും മേള ആയാലും എല്ലാം കേട്ട് നമുക്ക് അതിനോട് വളരെയധികം ആഭിമുഖ്യം തോന്നിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇല്ലത്ത് അച്ഛനെ ശല്യപ്പെടുത്തിയിട്ടാണ് ഞങ്ങളെ കൊട്ട് പഠിപ്പിക്കാൻ ചേർത്തത്. പറഞ്ഞ ഏട്ടൻ അതുപോലെ തന്നെ. അത് ഞങ്ങൾ രണ്ടുപേര് മാത്രമല്ല, ഞങ്ങൾ നാട്ടിലുള്ള വേറെ 1-2 ആൾക്കാരുണ്ട്. ഞങ്ങളൊരു വിനോദം തന്നെ. അതായത് ഉത്സവമൊക്കെ കഴിഞ്ഞ് വന്ന വെക്കേഷനിലൊക്കെ സമയത്ത് എന്തെങ്കിലുമൊക്കെ 2 കമ്പ് പിടിച്ച് കൊണ്ടുവന്ന് ഈ സ്റ്റൂളിലും, അന്ന് ഈ ഇരുമ്പിൻ്റെ ഫ്രെയിമിൽ വയറും മടഞ്ഞിട്ടൊരു സ്റ്റൂളുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. അത് ഞങ്ങൾ പൊളിച്ചു ആകെ സ്റ്റൂളൊക്കെ വെറും അതിൻ്റെ സ്കെൽട്ടൻ മാത്രമാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അങ്ങനെ അമിതമായ ഭ്രമം ഉള്ള സമയത്താണ് അങ്ങനെയാണ്. അച്ഛന് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. നാരായണൻ നമ്പൂതിരി. ഇല്ല പേരെന്താ പറയുക നിങ്ങളെ? ആട്ടാട്ടുവള്ളി. അത് ശരി. അപ്പം എൻ്റെ പേര് കുഞ്ഞിപ്പാലത്ര ആട്ടാട്ടുപള്ളി എന്നാണ്. കുഞ്ഞിപ്പാലത്ര സ്ഥലമാണോ? അല്ല, അതായത് ഞങ്ങളുടെ തറവാട് വലിയ പാലത്രയും കുഞ്ഞിപ്പാലത്രയാണ്. അതുകൊണ്ടാണ് ഈ ആട്ടാട്ടുപള്ളിയാണ് കോമൺ. ആട്ടാട്ടുപള്ളി എന്നാണ് എൻ്റെ പേര്. അമ്മയുടെ പേരും കൂട്ടത്തിൽ ചോദിക്കട്ടെ. ഗംഗാദേവി. അമ്മയുടെ നാട് മട്ടന്നൂർ പ്രദേശമാണ്? അല്ല, അമ്മ കോഴിക്കോടാണ്. അതെ ശരി. ടൗണിൻ്റെ പരിസരമോ? ടൗണിൻ്റെ പരിസരത്താണ്, തൊണ്ടയാട് എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെറുപ്പത്തിൽ ഈ കൊട്ടിനോടുള്ള ഭ്രമം മനസ്സിലാക്കി. എത്ര സഹോദരങ്ങളാ? ഞങ്ങൾ 3 പേരാണ്, ഞാനും ഏട്ടനും ഞങ്ങളുടെ മീതെ ഓപ്പളും. അത് ശരി. അവരന്നേ വിവാഹം കഴിഞ്ഞ് പോയിരുന്നോ? ഇല്ല ഇല്ല, ഇത്രയൊന്നുമില്ല, പ്രായ വ്യത്യാസമല്ല. ഓക്കെ. ഏട്ടൻ്റെ പേരെന്താ? സതീശൻ. അത് ശരി. അപ്പോൾ 2 ആളും കൂടി 11 വയസ്സിൽ മട്ടന്നൂര് ശങ്കരൻകുട്ടി മാരാരുടെ അടുത്ത് ചെന്ന്
കൊട്ട് തുടങ്ങി. അന്ന് ശങ്കരൻകുട്ടിമാരാർ ഏത് ഒരു പ്രശസ്തിയുടെ ഏത് നിലയിലെത്തി കഴിഞ്ഞിരുന്നു? അല്ലെങ്കിൽ അന്ന് തന്നെ പ്രശസ്തനാണ്. പക്ഷെ അന്ന് ഈ ഇങ്ങോട്ട് വെള്ളിലേക്കൊന്നും താമസം മാറിയിട്ടൊന്നുമില്ല. അന്ന് ആശാൻ സ്ഥിരതാമസം മട്ടന്നൂർ തന്നെയാണ്. കുറേ കൂടി വടക്കേ മലബാറിലാണ് കൂടുതൽ. ധാരാളം പരിപാടികൾക്ക് നാട്ടിൽ ഉണ്ടാവും. അപ്പം ധാരാളം നാട്ടിൽ തന്നെ ധാരാളം പരിപാടികൾക്ക് ഉണ്ടാവും. അനവധി സ്ഥലത്ത് ആശാൻ്റെ തായമ്പയൊക്കെ ധാരാളം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആശാൻ്റെ അടുത്ത് കൊട്ട് പഠിപ്പിക്കാൻ ആശാനൊരു 30കളിലൊക്കെ ആവും പ്രായം അല്ലേ? ആയിരിക്കണം. 84 71 വയസ്സ് ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ പഠനം തുടങ്ങി. അതൊരു നല്ല ദിവസം നോക്കിയിട്ടും അങ്ങനെ എന്തെങ്കിലും വിജയദശമി ആയിരുന്നു. വിജയദശമിക്കാണ് ദക്ഷിണ വെച്ച് തുടങ്ങിയത്. അമ്പലത്തിൻ്റെ ഊട്ടുവരയിൽ അങ്ങനെയാണ് ഞങ്ങൾ ദക്ഷിണ വെച്ചതൊക്കെ മട്ടന്നൂരിൽ നിന്നല്ല, അതായത് കൂത്തുപറമ്പിലുള്ള ഒരു രാജശേഖരൻ പ്രൊഫസറുണ്ട്, രാജശേഖര സാറുണ്ടായിരുന്നു. അത് ശരി. രാജശേഖര സാറിൻ്റെ മകനും ഉണ്ടായിരുന്നു പഠിക്കാൻ. അപ്പോൾ സാറിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഞങ്ങളെല്ലാം ദക്ഷിണ വെച്ച് പഠനം തുടങ്ങിയത്. തുടങ്ങി 86 ഫെബ്രുവരിയിലാണ് അരങ്ങേറ്റം ഉണ്ടായത്. 2 കൊല്ലം കൊണ്ട്. അപ്പോൾ എന്തെങ്കിലും രീതിയിൽ മുൻപ് ഈ ഇരുമ്പ് സ്റ്റൂള് തല്ലി പൊളിച്ചതിൻ്റെ സാധകം കൂടുതലായിട്ട് വല്ലതും? സാധകം എന്ന് പറയാൻ പറ്റില്ല. അതിപ്പോൾ കയ്യിൽ നമ്മൾ എന്തോ 2 അടിയൊക്കെ എടുത്ത് എന്തോ കൊട്ടണമെന്നല്ലാണ്ട് അത് കുഴമറിച്ച് 6 മാസം കൊണ്ട് അങ്ങനെ ഒരു സമ്പ്രദായം ഒന്നുമില്ലല്ലോ അതിന്. 6 മാസം കൊണ്ടൊക്കെ തക്കിടതരിയുടെ ഒക്കെ ഒരുവിധം അവിടെ മറിഞ്ഞു കിട്ടി. അന്ന് പ്രായം ചെറുതാണ്. പിന്നെ നിത്യം പോയിരുന്നു. നല്ല ശിക്ഷണ രീതിയാണ്. 2 ദിവസം നിത്യം പോകും. സ്വതവേ എൻ്റെ ചിട്ട എന്തായിരുന്നു എന്ന് വെച്ചാൽ, സ്കൂൾ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഹോംവർക്ക് എഴുതാനൊക്കെ ഉള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നേരെ മട്ടന്നൂർക്ക് പോകും. 5:30 മണി. അത് വേറെ ചെറിയ വ്യത്യാസം എന്താ വെച്ചാൽ, ആ സമയത്ത് ഞങ്ങളുടെ ഇല്ലത്ത് തൊട്ട് മുമ്പിലുള്ള അമ്പലത്തിൽ സ്ഥിരമായിട്ട് ശാന്തി കഴിക്കുന്ന ഒരാൾ ശാന്തി വേട്ടാന്ന് വെച്ച് പോയിട്ട് അച്ഛൻ്റെ തലയിലേക്ക് വന്നു. അച്ഛൻ അമ്പലത്തിൻ്റെ ചുമതലയുണ്ടായിരുന്നു. തൽക്കാലം വേറൊരാൾ വരുന്നവരെ ഞാൻ കഴിക്കാമെന്ന് അച്ഛൻ പറഞ്ഞിട്ട് ആ തൽക്കാലം എന്നുള്ളത് 3 കൊല്ലത്തേക്ക് നീണ്ടു. അപ്പോൾ അച്ഛനെ സഹായിക്കാൻ അമ്പലത്തിലേക്കും പോകും. അപ്പോൾ വൈകുന്നേരം വന്നാൽ ചിലപ്പോൾ ഇത് കഴിഞ്ഞ് കുളിച്ച് അമ്പലത്തിൽ പോയി എന്തെങ്കിലും സഹായിച്ച് അമ്പലത്തിൽ കഴിഞ്ഞാൽ നേരെ മട്ടന്നൂർക്ക് പോകും. 3-3.5 കിലോമീറ്റർ അല്ല, 4.5 കിലോമീറ്റർ 5 കിലോമീറ്റർ. അതെങ്ങനെ പോയിരുന്നു? അന്നൊക്കെ ബസ്സാണ്. സൈക്കിളല്ല. സൈക്കിളൊന്നുമില്ല. സൈക്കിൾ അത് ഞങ്ങളുടെ നാട്ടിൽ സ്വതേ ഭൂപ്രകൃതി കയറ്റ ഇറക്കങ്ങൾ കൂടുതലാണ്. അപ്പോൾ സൈക്കിൾ അത്രയധികം പ്രചാരത്തിലില്ല. അപ്പം അവിടെ ചെന്ന് വൈകുന്നേരം രാത്രിയാണ് ക്ലാസ് ഉണ്ടാവുക. എത്ര മണിക്ക്? 7 മണിക്ക് ശേഷം 8 മണി മുമ്പ് അങ്ങനെയുള്ള സമയത്ത് ക്ലാസ്. ശങ്കരൻകുട്ടിമാരൊക്കെ ആ കാലത്ത് പകലൊക്കെ വേറെ അധ്യാപനം ഉണ്ടായിരുന്നു. അതോ അങ്ങനെ ധാരാളം ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ധാരാളം പേര് അങ്ങനെ പഠിച്ചതായിട്ട് കണ്ടിട്ടില്ല. അത് ശരി. ഞങ്ങൾ 4-5 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അത് ശരി. അപ്പോൾ അന്നങ്ങനെ അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ 4:30 ആകുമ്പോൾ എഴുന്നേറ്റ് സാധകം 6 മണിക്ക് സാധകം നിർത്തും. ഈ സന്ധ്യക്കര ക്ലാസ് ഒരു 2 മണിക്കൂർ അത്ര നേരം ഉണ്ടാവില്ല. 1-1.5 ഏറിയാൽ. അത് ആപേക്ഷികമാണ്. എല്ലാ ദിവസവും ഒരുപോലെ ഒന്നുമല്ല. പഠിച്ചത് കൊട്ടിക്കുക, പുതിയതൊരെണ്ണം പഠിപ്പിക്കുക. എല്ലാ ദിവസവും അങ്ങനെയാണ്. പഠിച്ചത് വരെ കൊട്ടിക്കും, പിന്നെ ഒരെണ്ണം പിറ്റേന്ന് രാവിലെ സാധകം കഴിഞ്ഞ് 6 മണിക്ക് തിരിച്ചു പോകും. രാവിലെ സാധകവും വൈകുന്നേരത്തെ. ശരി. അതെ, വൈകുന്നേരത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ തായമ്പേട് എണ്ണങ്ങൾ. അതങ്ങനെ എത്ര കാലം പോയി? വർഷകാലത്താണ് അങ്ങനെ ദിവസം ഉള്ളത്. പിന്നെ പരിപാടി കാലം തുടങ്ങുമ്പോൾ ആശാനും തിരക്കാവും, പരിപാടിയാവും. പിന്നെ ആശാനെ സഹായിക്കാൻ ആദ്യമൊക്കെ കുറച്ചു കാലം ആശാൻ തന്നെയാണ് ക്ലാസ് എടുത്തിരുന്നത്. അപ്പോൾ പിന്നെ ശിവരാമേട്ടൻ എന്നല്ല, ഞാൻ ശരിക്കും ആശാൻ തന്നെയാണ് വിളിക്കേണ്ടത്. പക്ഷേ അന്ന് ശീലം ആശാനെ മാത്രം ആശാനെന്നും ബാക്കി അവിടെയുള്ളവരൊക്കെ ഏട്ടനെ വിളിച്ച് ശീലമായിട്ട് അത് കുറേ വർഷം വിളിച്ചത് കാരണം വായനങ്ങനെ മനസ്സിന് സങ്കല്പത്തിലാണ്. നേരനുജനാണ്. അപ്പോൾ 2 പേരും കൂടിയാണ് കംപ്ലീറ്റ് ചെയ്തത്. 86 ഫെബ്രുവരിയിൽ മട്ടന്നൂർ അമ്പലത്തിലെ ഉത്സവത്തിന് തായമ്പൂട്ടി അരങ്ങേറി. നിങ്ങളുടെ കൂടെ 2-3 കുട്ടികൾ വേറെ ഉണ്ടായിരുന്നു? ഞാനുണ്ട്, ഏട്ടനുണ്ട്, ഒരു ശ്രീകുമാർ, ഒരു റാവു. ഞങ്ങൾ 4 പേരാണ് അരങ്ങേറ്റം കഴിഞ്ഞത്. ഒന്നിച്ചാ കഴിഞ്ഞു? ഒന്നിച്ചല്ല, വേറെ ദിവസങ്ങളാണ്. 4 തായമ്പകൾ. അവരൊന്നും ഈ പറഞ്ഞ സതീശൻ വിടും, ബാക്കി 2 പേരൊന്നും പിന്നെ അങ്ങനെ ഈ മേഖലയിലില്ല. ആയിക്കോട്ടെ. അപ്പോൾ അത് തായമ്പ കഴിഞ്ഞിട്ടുള്ള രീതിയിലുള്ള പഠനം. അപ്പോഴേക്കും കുട്ടിക്ക് 12 വയസ്സ് അല്ലേ, അതിൽ 13 വയസ്സ്. അപ്പോൾ ഒരു 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കണ കാലമാണ്. 8ാം ക്ലാസ്സിലൊക്കെ ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോഴൊക്കെ ഞാൻ യുവജനോത്സവത്തിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അത് ശരി.
അത് ഏതുവരെയൊക്കെ പോയി യുവജനോത്സവത്തിൽ? സ്റ്റേറ്റിലുണ്ടായിരുന്നു. അത് ശരി. സ്റ്റേറ്റ് അന്ന് കോഴിക്കോട് വെച്ചായിരുന്നു സ്റ്റേറ്റിലും മത്സരിച്ചിരുന്നു. പക്ഷേ സമ്മാനമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അന്നത്തെ മത്സര രീതി എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഈ അനുസാരികൾ കൊണ്ടുപോകണം നമ്മൾ വട്ടം പിടിക്കാനും വലുതലയും എൽത്താളമൊക്കെ ആയിട്ട്. ഇന്ന് അങ്ങനെയല്ലേ? ഇന്നില്ല. ഇന്നിപ്പോൾ സ്കൂളിൽ സമകാലികരായിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ പ്രാപ്തരാണെങ്കിൽ പങ്കെടുപ്പിക്കാം. പുറത്തുനിന്ന് ഒരാൾക്കൊന്നും താളം പിടിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് ശരി, പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ സിംഗിൾ അവർ ഒറ്റയ്ക്ക് താളം പിടിക്കാണ്ട് കൂട്ടുക. അങ്ങനെയാണ് അന്ന്. അങ്ങനെയല്ല. അന്ന് മറ്റുള്ളവരൊക്കെ പുറത്തുനിന്നാണ്. ഈ കൊട്ടുന്ന കുട്ടി മത്സരിക്കുന്ന കുട്ടി മാത്രം. അതിന് ബാക്കി വട്ടം പിടിക്കാനും വലുതലയും വെൽത്താളമൊക്കെ പുറത്തുനിന്ന് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്ന്. അപ്പോൾ അങ്ങനെയാണ് അന്നൊക്കെ പോയിരുന്നത്. അന്ന് അതിന് ഭാരിച്ച ചിലവുണ്ട്. അപ്പോൾ അതൊക്കെ മുഴുവൻ താങ്ങാൻ പറ്റാണ്ടായി. ഞാൻ 8ാം ക്ലാസ്സിൽ മാത്രമേ പോയിട്ടുള്ളൂ. പിന്നെയുള്ള വർഷങ്ങളിൽ മത്സരത്തിന് പോയിട്ടില്ല. അന്നൊക്കെ ആ സമയത്തൊക്കെ അത് തന്നെയായിരുന്നു രീതി. പിന്നീടാണ് അത് മാറിയത്. ആ കൊല്ലം സ്റ്റേറ്റ് ലെവൽ വരെ എത്തി. സ്റ്റേറ്റിലെത്തിയിരുന്നു. ആ കൊല്ലം ആർക്കാ അല്ലെങ്കിൽ ഫസ്റ്റ് ഓർമ്മയില്ല. ആയിക്കോട്ടെ. അത് അപ്പോൾ 2 കൊല്ലത്തിനുള്ളിൽ അരങ്ങേറ്റം കഴിഞ്ഞ് തായമ്പകളുടെ കൊല്ലം പറയാനില്ല. കാരണം 1.5 കൊല്ലം. അതെ, ഒക്ടോബറിലാണല്ലോ നവരാത്രി വരും. അതെ, ആ സമയത്താണ്. 1.25 കൊല്ലമൊക്കെ വരും. അതെ അതെ അതെ. ശരിക്കും പറഞ്ഞാൽ ഒരു വർഷക്കാലത്ത് പറയാൻ പറ്റുള്ളൂ. ആ ഒക്ടോബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സീസണായി, പരിപാടി സീസണായി. അത് കഴിഞ്ഞിട്ട് വരുന്ന ഈ ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ ആ സമയത്താണ് ശരിക്കും അത് കംപ്ലീറ്റ് ചെയ്തത്. കംപ്ലീറ്റ് ചെയ്തു. ആ ഫെബ്രുവരി കുംഭമാസത്തിൽ അരങ്ങേറി. കുംഭമാസത്തിലാണ്. അത് കഴിഞ്ഞ് ഈ തായമ്പകയുടെ തന്നെ കുറച്ചും കൂടി 2ാം നിലയിലേക്ക് അടുത്ത കാലത്തേക്ക് കടന്നു. തുടർന്നും ക്ലാസ്സുകൾ തന്നെ. അവിടെ ഞങ്ങൾ കേളി പഠിച്ചു. പിന്നെ അരങ്ങേറ്റത്തിന് ചെമ്പക്കൂറ് മാത്രമായിരുന്നു. പിന്നെ മറ്റു കൂറുകൾ പഠിച്ചു. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ, കൂടുതൽ മനോധർമ്മത്തിന്റെ സമ്പ്രദായത്തിലുള്ള സാധനങ്ങൾ. മറ്റു കൂറുകളെന്ന് പറയുമ്പോൾ പഞ്ചാരിയും അടന്തിയും പഠിപ്പിച്ചു. അതൊക്കെ ശിവരാമാശാനാണോ? അതെ അതെ. ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ പഠിപ്പിക്കലൊക്കെ ഏതാണ്ട് ശിവരാമാശാൻ തന്നെയാണ്. തിരക്കുകളും കൂടി ധാരാളം. മേൽനോട്ടം ഇല്ലാകില്ല, എന്നാലും കൂടുതൽ പഠിപ്പിക്കുന്നത് സാധകം ചെയ്തിരിക്കുന്നതൊക്കെ എപ്പോഴും ശിവരാമാശാൻ തന്നെയാണ്. അപ്പോൾ കേളികുട്ട് ആ സമയമാകുമ്പോഴേക്കും പഠിച്ചിരുന്നു. അപ്പോൾ തായമ്മയുടെ പിന്നാലെ എന്നുള്ള പോലെ കേളി ശീലാക്കി. മേളത്തിലേക്കുള്ള പ്രവേശം എന്ന് പറഞ്ഞാൽ അന്നൊന്നും ഞാൻ പഠിക്കുന്ന കാലത്തൊന്നും മേളം പഠിപ്പിക്കാന്ന് അന്നില്ല. ചെണ്ട കൊട്ടാറൊക്കെ, അതായത് തായമ്പ പഠിപ്പിക്കുക, പിന്നെ കേളി പഠിപ്പിക്കുക, അങ്ങനെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മേളത്തിന് നമ്മൾ ചിലപ്പം ഇലത്താളെടുത്ത് കൂടും, ചിലപ്പോൾ വലന്തല പിടിക്കാൻ കൂടും. അങ്ങനെ ചില ദിവസം ഇടന്തല കൊട്ടാൻ കൂടും. അങ്ങനെയാണ് മേളം ശീലിക്കുന്നത്. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ടാണ് ശരിക്കും ഞാനൊക്കെ ഈ മേളം മാത്രം പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായം കണ്ടു തുടങ്ങിയത്. പക്ഷെ മേളത്തിന്റെ ഉരുട്ടിച്ചണ്ടയിലേക്കൊക്കെ കടക്കുന്നതൊക്കെ ഏത് കാലത്താവും? അല്ല, അന്ന് തന്നെ നമ്മൾ കുട്ടിയായിരുന്ന സമയത്ത് തന്നെ ചെറിയ ചെറിയ പരിപാടികൾ. അന്ന് മട്ടന്നൂർ പഞ്ചവാദ്യ സംഘം സദന രാമേന്ദ്രമാരാരുടെയും ആശാനും ഒക്കെ ഒപ്പമുള്ള സമയത്ത് അവരുടെയൊക്കെ നേതൃത്വത്തിലുള്ള ഈ മട്ടന്നൂർ പഞ്ചവാദ്യ സംഘം ഈ വടക്കേ മലബാറിൽ അനവധി അമ്പലങ്ങളുടെ പരിപാടികൾ ഏറ്റെടുത്ത് നടത്തുന്ന കാലം. അത് ഏതൊക്കെ പ്രദേശങ്ങളായിരുന്നു? അത് കണ്ണൂർ ജില്ലയുടെ വിവിധ പ്രദേശങ്ങൾ. അത് ശരി. കനത്ത സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? അപ്പോൾ നമ്മളൊരു ഏറ്റവും ശരിക്കും തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം, പിന്നെ മട്ടന്നൂർ മഹാദേവ ക്ഷേത്രം, അങ്ങനെ എന്താ പറയുക, കണ്ണാടിപ്പറമ്പ് ധർമ്മശാസ്ത്ര ക്ഷേത്രം, ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം, അനവധി അമ്പലങ്ങൾ, വലിയ വലിയ അമ്പലങ്ങളാണല്ല. അവിടെയൊക്കെ ധാരാളം പരിപാടികൾ. പിന്നെ ഇതിനൊക്കെ പുറമെ ഈ ചെറിയ പരിപാടികൾ, ചില നിറമാല അങ്ങനെയൊക്കെ ആയിട്ടുള്ള. അപ്പോൾ ചെറിയ ചാൻസ് കിട്ടുമ്പോൾ അതിനൊരു തായം പോട്ടാൻ ചാൻസ് കിട്ടും. അങ്ങനെയൊക്കെ ശീലിച്ച് പതുക്കെ അതിൻ്റെ ഒരു നമ്മളൊരു ആ കാലത്ത് അങ്ങനെ കൊട്ടുക എന്ന് പറയുമ്പോൾ വലിയ സന്തോഷവും ആവേശമൊക്കെയാണ്. അങ്ങനെ ഭയങ്കര ആവേശമായിരുന്നു. ആ സമയത്ത് തന്നെയാണ് അവിടെ ആസ്തികാലയം ചെറുകുന്നിൽ നരിപ്പറ്റാശാനായിരുന്നു അവിടെ വേഷം. അതെ. അങ്ങനെ ഈ ആസ്തികാലയം ഒരുപാട് കഥകളി അവിടെ അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ കഥകളി ഉണ്ടായിരുന്നു. കോട്ടക്കൽ രാജമോഹൻ്റെ ഒക്കെ പൂർവാശ്രമം. അതെ അതെ അതെ. ആസ്തികാലയം രാജമോഹൻ എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ കോട്ടക്കൽ ചേർന്നപ്പോഴാണ് അങ്ങനെ ആയത്. അപ്പോൾ അവിടെയും പിന്നെ ഞങ്ങളവിടെയൊക്കെ പോയിട്ടുണ്ട്. അവിടെ പോയി സാധനം ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പം അവിടെ കളരിയിൽ ചൊല്ലിയാട്ടൊക്കെ കണ്ടപ്പോൾ. മട്ടന്നൂരിൽ നിന്ന് ചെറുകുന്ന് എത്രയുണ്ട് ദൂരം? കണ്ണൂർ കഴിഞ്ഞ് ചെറുകുന്ന്
ഒരു മണിക്കൂർ യാത്ര ചെയ്യാനുള്ള ദൂരമുണ്ട്. അവിടെയും സാധകം പതിവുണ്ട്. അല്ല, ധാരാളം ഒന്നുമില്ല, അവിടെ പോയിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ പോയിട്ടുണ്ട്. നരിപ്പറ്റാശാൻ ഒരു 80 അപ്പോഴേക്കും അങ്ങനെയാണ് ഈ കഥകളിയുടെ ചൊല്ലിയാട്ടൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ കണ്ട് അന്നാണ് ഒരു ചെറിയൊരു രാജമോഹനാണോ ചൊല്ലി അടിച്ചിരുന്നത്? ആ, അവരൊക്കെയാണ്. വേറെ കുട്ടികളുണ്ടായിരുന്നു, വേറെ ആൾക്കാരുണ്ട്. എല്ലാവരുടെയും പേരെനിക്ക് മനസ്സിലായി. അപ്പം അങ്ങനെയാണ്, അവിടുന്നാണ് ശരിക്കൊരു തുടക്കം. ചെറുതാഴാണ് സ്ഥലം, അങ്ങനെയല്ലേ? ചെറുതാഴത്താണ് രാജമാന സ്ഥലം. ആ, പിന്നെ അപ്പം അങ്ങനെയാണ് കഥകളിയായിട്ടുള്ള ആദ്യത്തെ ഒരു, അപ്പം ചുരുക്കം കളരിയിൽ നിന്നാണ് കഥകളിയായിട്ടൊരു പരിചയം ഉണ്ടാവണം. കാരണം അരങ്ങത്ത് അത്ര തന്നെ അല്ല. അരങ്ങത്ത് ചിലപ്പോൾ അതിനൊന്ന് കണ്ടിട്ടുണ്ടാവാം, ഒന്നും അറിയൊന്നുമില്ല. അല്ല, നിങ്ങളുടെ ഭാഗത്തൊക്കെ കഥകളത്തെ കളി ഉണ്ടോ? ആ, ഞങ്ങളുടെ അമ്പലത്തിൽ, മട്ടന്നൂർ അമ്പലത്തിൽ 2 ദിവസത്തെ കളിയാണ് എല്ലാ വർഷവും ഉത്സവത്തിന്. ഇപ്പൊന്നും ഇല്ലാണ്ടായി. ഞങ്ങളുടെ അമ്പലത്തിലുണ്ട്. അല്ല, അന്ന് ആസ്തികാലയത്തിനാണെന്ന് കുറിച്ച് കൂടുതൽ ഞാൻ കണ്ടിരുന്ന കഥകളി. അവിടെ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ട്രൂപ്പിനുള്ള വേഷക്കാരും കൂട്ടുകാരും വിളിക്കുകയാണ്. ഈ പരിയാമ്പറ്റ ദിവാരേട്ടനൊക്കെ സ്ഥിരക്കാരനായിരുന്നു അവരുടെ ട്രൂപ്പിൽ. അപ്പോൾ അങ്ങനെ ആവശ്യത്തിനുള്ള ആൾക്കാരെ വിളിച്ച് നല്ല രീതിയിലാണ് കളി നടന്നിരുന്നത്. അപ്പോഴേക്കൊക്കെ ഒരു 10-15 വയസ്സൊക്കെ ആയോ ഈ കളിയൊക്കെ കണ്ടു? അതെ. അപ്പൊ അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ അരങ്ങത്ത് നല്ല 15 അല്ലെങ്കിൽ 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കണം. അപ്പോൾ അരങ്ങത്തുനിന്നല്ലാതെ കഥകളിയോട് താല്പര്യം കളരിയിൽ തോന്നിയിട്ടുള്ള ചുരുക്കം ആൾക്കാരെല്ലാം അങ്ങനെയാണെങ്കിലും ഒരാളാവും. പക്ഷെ അങ്ങനെ കാണാൻ യോഗം ഉണ്ടായുള്ളൂ എന്നാണ്. ആയിക്കോട്ടെ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ മേളത്തിൻ്റെ കാര്യം വീണ്ടും പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു തൃശ്ശൂർ മട്ടിലൊക്കെ ആണെങ്കിൽ അറ്റത്തുനിന്ന് കൊട്ടി തുടങ്ങി നടുവിരിക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ ആയി തുടങ്ങിയോ? അതോ വട്ടം പിടിക്കലും ഇരത്താളവും ഒക്കെ ആയിട്ട് അങ്ങനെയായിരുന്നു? അങ്ങനെയൊക്കെ ധാരാളം ഇരത്താളമൊക്കെ ഞാൻ ധാരാളം പിടിച്ചിട്ടുണ്ട്. എനിക്കതിൽ നല്ല സ്വാധീനം ഉണ്ടായിരുന്നു. അത് ശരി, ചെറുപ്പത്തില്. അത് ശരി, ഇപ്പോഴൊന്നും ഒട്ടുമില്ല കേട്ടോ. അത് ശരി. അപ്പോൾ അങ്ങനെയില്ലേ, അതിപ്പോൾ പരിപാടി സ്ഥലത്തെത്തിയാൽ അവിടെ നിന്നാണ് തീരുമാനിക്കുന്നത്. സദന രാമേന്ദ്രേട്ടനാണ് ലിസ്റ്റ് ഇടുക, ഇന്നയാൾ ഇന്നത് ചെയ്തോളൂ, ഇന്നത് ചെയ്തോളൂ, ഇന്ന്. അപ്പം നാളെ ചിലപ്പോൾ അയാൾ വേറെയും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും ചാൻസ് കൊടുക്കും. സദന രാമേന്ദ്രേട്ടൻ സാമാന്യം നല്ല സ്വാധീനമുള്ള ഒരാളാണ്. സ്വാധീനമുണ്ട്. ഓരോ ആളെയും മനസ്സിലാക്കി വേണ്ട രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാനും, അല്ലെങ്കിൽ അങ്ങനൊരു അറിയാം. അത് നമ്മുടെ ഇന്നത്തെ ചെറക്കൽ നിതീഷിൻ്റെ വല്യച്ഛനോ ചെറിയച്ഛനോ അങ്ങനെ എന്തോ വല്യച്ഛനാണ് വിളിക്കാറുണ്ട്. കറക്റ്റ് ആയിട്ടുള്ളത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അത് ബന്ധുക്കളാണ് അവരൊക്കെ. ആയിക്കോട്ടെ. അപ്പം അങ്ങനെ ഈ മേളത്തിൻ്റെ ഇതിലൊരു കൂട്ടത്തിലൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് വടക്കേ മലബാറിൽ ഈ മധ്യ കേരളത്തിലല്ലാത്ത മട്ടിൽ പഞ്ചാരി പാണ്ടികൾക്കൊപ്പം തന്നെ എന്നുള്ള പോലെ ഇവിടേക്കൊന്നും അധികം പ്രചാരം തോന്നാത്ത പല മേളങ്ങളും അവിടെ ധാരാളമായിട്ട് കുട്ടി കേൾക്കാറുണ്ട്. അതും പരിചയിച്ചിരുന്നു. ഉദാഹരണം എല്ലാ മേളങ്ങളും ഇപ്പോഴും എനിക്കൊരു വിഷമമില്ലാത്ത കാര്യം ഏകാദശം എന്നൊക്കെ. അതായത് എല്ലാ മേളങ്ങളും ഇപ്പോൾ പഞ്ചാരി, ഇപ്പോൾ പഞ്ചാരി ഗണത്തിൽ വരുന്ന, ഇപ്പോൾ പഞ്ചാരി ആയിക്കോട്ടെ, ചെമ്പട ആയിക്കോട്ടെ, ചെമ്പ ആയിക്കോട്ടെ, അടന്ത ആയിക്കോട്ടെ, അഞ്ചടന്ത ആയിക്കോട്ടെ, കൽപ്പം ആയിക്കോട്ടെ, ധ്രുവം ആയിക്കോട്ടെ, നവം ആയിക്കോട്ടെ, ഏകാദശം ആയിക്കോട്ടെ, ഷഡ്കാരി എന്ന് പറഞ്ഞ മേളം. അതൊക്കെ ആ ഗണത്തിൽ വരുന്ന ഇങ്ങനെയൊക്കെ, അതായത് കാലങ്ങളായിട്ടുള്ളത്. ഇപ്പോൾ 1ാം കാലം, 2ാം കാലം, 3ാം കാലം, അങ്ങനെ ഇപ്പൊ പാണ്ഡ്യയെ നമ്മൾ ആ ഗണത്തിൽ പെടുത്താൻ പറ്റില്ല. അത് വേറൊരു ശൈലിയിൽ നിൽക്കുന്ന മേളമാണ്. അപ്പൊ ഇതൊക്കെ അന്ന് ഈ വടക്കേ മലബാറിലെ മേളം ഒക്കെ എങ്ങനെയാന്ന് വെച്ചാല് സാമാന്യം പാരമ്പര്യമായിട്ടുള്ള മേളങ്ങളാണോ, ചിലതെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുള്ളതാണോ? അങ്ങനെ ഇതിൽ ചിലതൊക്കെ ഈ പഞ്ചാരി, ചെമ്പട, ചെമ്പ, അടന്ത, അഞ്ചടന്ത, ധ്രുവം, ഇതൊക്കെ പിന്നെ ചിലപ്പോൾ നല്ലോണം പഴക്കമുള്ളതായിരിക്കും. എനിക്ക് തോന്നുന്നു മറ്റതൊക്കെ ചിലപ്പോൾ അത്രയും കൽപ്പമോ അല്ലെങ്കിൽ ഏകാദശമൊക്കെ അത്ര പഴക്കം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. നവം വളരെ നവം, അതെ അതെ. ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ ഈ മേള സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഈ മധ്യ കേരളത്തിലോ അല്ലെങ്കിൽ തെക്കൻ നാടുകളിലോ കാണുന്ന അത്രയും ദൈർഘ്യമുള്ളതോ അല്ലെങ്കിൽ അത്രയും ഇനങ്ങൾ, അത്രയും ആൾക്കാർ കൂടി ചേർന്നതായിട്ടുള്ള മേളൊന്നും അവിടെ ഇല്ല. ഒരു പക്ഷേ ഞാൻ ശ്രദ്ധിച്ചുള്ളത് അത് കാരണമായിരിക്കാം. എന്തായാലും ഒരു 1.5 മണിക്കൂർ. അതായത് പഞ്ചാരി അതിൽ കൊള്ളാൻ എളുപ്പമല്ല. എന്നാൽ പിന്നെ അതിലേക്ക് പാകമായിട്ടുള്ള ഈ 1.5 മണിക്കൂർ മേളങ്ങളാണ് മിക്കവാറും ഈ പറഞ്ഞത്. അത് നിർത്തിയിൽ അതിൽ കൊണ്ടുപോകും. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, പൊതുവെ ഈ ചെറിയ മേളങ്ങൾ വികസിക്കാൻ ഒരു കാരണം ഈ 1.5-2 മണിക്കൂറിനപ്പുറം പൊതുവെ പഞ്ചാരി കൊട്ടാറുണ്ട്. കൊട്ടുമ്പോഴൊക്കെ 2ാം കാലം മുതലേ കൊട്ടാറുണ്ട്. അതുള്ളൂ. പിന്നെ 1ാം കാലം മുതൽ കൊട്ടുന്നത് വളരെ ചുരുക്കം അവസരങ്ങൾ. പിന്നെ അതുപോലെ 7 ദിവസത്തെ ഉത്സവമാണെന്നുണ്ടെങ്കിൽ ഒരു 1-2 ദിവസം പഞ്ചാരി ഉണ്ടാവുള്ളൂ. ബാക്കി ദിവസമൊക്കെ ഈ പറഞ്ഞ മേളങ്ങളായിട്ട് പല മേളങ്ങളായിട്ട് ഇത് രാത്രിയും കൂട്ടും അല്ലേ? അപ്പൊ ഈ മേളങ്ങളടക്കം ഉദയൻ സാമാന്യം ചെറുപ്പകാലത്തെ പരിചയിച്ചു. അതെ. അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് കഥകളി കണ്ടു. അപ്പം നമ്മൾ ആ ഭാഗത്ത് തീർക്കുമ്പോൾ ഇനി ഒരു പ്രധാനപ്പെട്ട ചോദ്യം നമുക്ക് തീരെ പരിചയമില്ലാത്തത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഈ വടക്കേ മലബാറിലെ പല
വാദ്യക്കാരും ഇപ്പോൾ അടുത്തിടെ 2 കൊല്ലം മുൻപ് മരിച്ച പയ്യാവൂർ നാരായണമാരൊക്കെ പറയാറുള്ളത്, ഞങ്ങൾക്ക് നിങ്ങളുടെ പോലെ നിലാവ് സാധകം പരിചയമില്ല, ഞങ്ങൾക്ക് മേളങ്ങളും ധാരാളം ഇപ്പോൾ പെരുവനത്തുകാർ കൂട്ടണ മാതിരി ഈ നീളം കൂടിയ മേളങ്ങളും ശീലം പോരാ. മറ്റേ കിഴക്കൻ പാലക്കാട്ടേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ കണ്ണിയാർ കളിയിൽ നിന്ന് ഒരു കളരിയായിട്ട് വരുന്ന ആൾക്കാരാണ്, അവിടെ നിന്നുള്ള സ്വാധീനമുണ്ട്. തെക്ക് ഞാൻ നമ്മുടെ കലാമണ്ഡലം ഉണ്ണീഷേട്ടനോട് പറയായിരുന്നു, മറ്റേ മുടിയേറ്റുന്നാണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ ഇപ്പോൾ നമ്മുടെ ചേരാനല്ലൂർ ശങ്കരൻകുട്ടന്മാരടക്കം അവർ അവിടുന്ന് വരുന്നത്. ഇങ്ങനെ ഓരോരുത്തരും ഓരോ സ്രോതസ്സാണ് അവർക്ക് അടിസ്ഥാനത്തിലുള്ളത്. അവിടുന്ന് പിന്നെ അവർ സ്വാധീനം പല രീതിയിൽ കിട്ടിയിട്ട് അവസാനം ചെണ്ടയിലുള്ള സാധക കൈയൊക്കെ ഒരുപോലെ വൃത്തിയായിട്ട് വരുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉറവിടം പലപ്പോഴും വേറെ, ചിലത് തീർത്തു തന്നെയുള്ളതാണ്. അപ്പോൾ അതിൽ ഈ വടക്കേ മലബാറിൽ നമുക്കൊരു ചെറിയ ശീലേ കണ്ടിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ഈ തടമ്പ് നൃത്തത്തിൽ 2 കാര്യമുള്ളത്. ഒന്ന്, അതിൽ ചലനങ്ങളുണ്ട് വേറെ ഒന്നും ഇല്ലാത്ത രീതിയിൽ, മുമ്പാകം പിന്നാക്കം നടക്കണം. അതിപ്പോൾ ഈ വടക്കേ മലബാറിൽ തന്നെയുള്ള അയ്യപ്പൻ തിയാട്ടുകളിലും ചില നാടുകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈടും കൂറും പ്രദക്ഷിണം വെച്ച് വന്നു കഴിഞ്ഞാൽ മുമ്പാക്കം പിന്നാക്കം പോകണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതവിടെ നിൽക്കെ തന്നെ ഈ 2 കാര്യം അതിൽ ചോദിക്കാനുള്ളത്. അതിൽ കൈനടപ്പിൻ്റെ ഒരു ശക്തി എത്ര ഉണ്ട് പ്രത്യേകമായിട്ട് വരുന്നുണ്ടെന്നുള്ളതും സാധകത്തിന്. 2, ഈ ചലനങ്ങൾ വരുമ്പോൾ നമുക്കതുകൊണ്ട് മെച്ചമാണോ ദോഷമാണോ, അല്ലെങ്കിൽ അത് പ്രത്യേകമായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വേറെ അനുഭവപ്പെടാറുണ്ടോ എന്നുള്ളതാണ്. ആദ്യം ഈ കയ്യിൻ്റെ കാര്യത്തിലേക്ക് പോവാം. തടമ്പ് നൃത്തത്തിന് കൊട്ടുന്നത് കൊണ്ട് പിന്നെ സാധകം, അതായത് നമുക്ക് നല്ലോണം കൂടും, സ്വാധീനവും സ്വാധകവും കൂടും നല്ലോണം. കാരണം അതിൻ്റെ കൊട്ട് രീതി എങ്ങനെയാണ്, അതിൽ നില കൊട്ടുന്നത് തക്കത്തറ്റി കിട്ടത്തക്കാന്നാണ് എൻ്റെ മുഴുവൻ നില, എപ്പോഴും ആയാലും കൊട്ടുന്ന നില. അത് തന്നെ അത് തടമ്പ് നൃത്തത്തിൻ്റെ ഒരു സമ്പ്രദായം എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം ഒരു തകിലടി വട്ടം 32 അക്ഷരകാലത്തിലുള്ള ആദ്യത്തെ കാലം, പിന്നെ ഉരുളു ചെണ്ടകളും വലന്തലയും എലത്താളവും. കുഴൽ ആദ്യത്തെ ഒരു പ്രദർശനത്തിൻ്റെ സമയത്ത് കുഴലൊക്കെ പതിവുണ്ടായിരുന്നു. ഇപ്പം അധികം ഒന്നും കാണാറില്ല. ഇപ്പം കുഴലില്ലാതെ ഇല്ല, ചുരുക്കം ചിലതൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം, വ്യാപകമായിട്ട് കാണാറില്ല എന്തായാലും. അപ്പോൾ ഈ തകിലടി വട്ടം, അടന്ത, ചെമ്പട, പഞ്ചാരി വട്ടം, ഇങ്ങനെയാണ് ഈ ഓരോ പ്രദർശനങ്ങൾ. അപ്പോൾ അതിൽ ഓരോ പ്രദർശനവും പതിഞ്ഞ കാലത്ത് തുടങ്ങി ആ പ്രദർശനത്തിൻ്റെ അവസാനം ആ കാലം കലാശിക്കുമ്പോൾ എത്രത്തോളം മുറുകാൻ പറ്റുമോ അത്രയും മുറുകി അതിൻ്റെ ഒരു പരമാവധിയുള്ള സ്പീഡിലെത്തിയിട്ടാണ് കലാശിക്കുക. അവിടെ തന്നെ ആയാലും ആ സ്പീഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം അത് കൊട്ടി നിന്ന് കലാശിക്കുന്ന ഒരു സമ്പ്രദായം ആയതുകൊണ്ട് ഈ കൊട്ടിന് ഈ നല്ല സ്വാധീനം. അത് ഈ ഉത്സവകാലം തുടങ്ങിയാൽ 7 ദിവസം ഉത്സവമുള്ള സ്ഥലത്ത് എല്ലാ ദിവസവും തുറന്നുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞാൽ അടുത്ത ഉത്സവം. അപ്പോൾ ഈ ഒരു സീസൺ മുഴുവൻ ഇത് തന്നെയാണ്. അപ്പോൾ വേറൊരു ഒരു വർഷക്കാലത്ത് സാധകം ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അത്രയധികം കൊട്ടാണ് ഈ തടമ്പ് നൃത്തം കൊട്ടുമ്പം. സാധാരണ ഒരു മേളത്തിന് കൊട്ടുമ്പോൾ ഒന്നും ഇത്രയും സാധകത്തിൻ്റെ ആവശ്യം, സാധകം പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. തടമ്പ് നൃത്തത്തിന് അങ്ങനെയല്ല. അങ്ങനെ പറയുമ്പോഴും ഒരു കുട്ടി ഇപ്പോൾ ആ പ്രദേശത്ത് കേട്ട് പരിചയം ആ കുട്ടിക്ക് ഉണ്ടെങ്കിൽ പോലും അതിനും ചിലതൊക്കെ പഠിച്ചിട്ട് വേണ്ടേ കയറാൻ. അല്ല, പഠിക്കില്ല. അതിനൊക്കെ തടമ്പ് നൃത്തം പഠിപ്പിക്കുന്നില്ല. ഇപ്പം എൻ്റെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. എനിക്ക് വളരെ വ്യക്തമായിട്ട് അനവധി കാലങ്ങളായിട്ട് അറിയാവുന്നതാണ്. ഏതോ കാലത്ത് നമ്മൾ അത് അറിയാണ്ടാണ് വശായി. അത്ര ഏറെക്കുറെ തൃശ്ശൂരുള്ള ആൾക്കാർ മേളത്തിലേക്ക് കൂടുന്ന പോലെ ഇതിങ്ങനെ പഠിക്കാണ്ട് കുറച്ചും കൂടി അതിനേക്കാൾ കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ. എൻ്റെ ഈ ഓരോ ഈ ആദ്യത്തെ തകിലടി വട്ടം കലാശിക്കുന്നതായാലും അടന്ത കലാശിക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷെ അതൊന്നും ആരും പഠിപ്പിച്ചിട്ടല്ല. അതെല്ലാവരും അങ്ങനെ കൊട്ടാറാവും. കുറച്ച് കഴിയുമ്പോൾ കൊട്ടാറാവും. അങ്ങനെയാണ്. അപ്പോൾ അത് ഈ തായമ്പയൊക്കെ ഒരുവിധം സ്വാധീനമായതിൻ്റെ ഒപ്പം തന്നെ ഈ തടമ്പുറത്തങ്ങനെ കൊട്ടൽ തുടങ്ങി. അതെ അതെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ കാലത്ത് മേളത്തിനും തായമ്പയ്ക്കും തടമ്പ് നൃത്തത്തിനും അത്യാവശ്യം കേളിക്കും കൊട്ടിയിരുന്നു. കേളി പിന്നെ മുമ്പേ ശീലമാണ്. ഞാൻ അങ്ങനെ ചോദിക്കുമ്പോഴുകൂടി നമ്മുടെ ഈ മധ്യകേരളത്തിലേക്ക് പറഞ്ഞതിൻ്റെ അവസാന ചോദ്യമായിട്ട് ചോദിക്കട്ടെ, ഈ ക്ഷേത്രാടിയന്തരങ്ങൾ സ്വതേ അമ്പലവാസി മട്ടിൽ മാരാര് പൊതുവാളാണെന്നുണ്ടെങ്കിലും ഒരു അമ്പലമായിട്ട് അടുത്ത് നിൽക്കുന്നൊരു സമുദായത്തിൽ നിന്ന് വരുന്ന ആളെന്നുള്ള നിലയ്ക്ക് എത്ര കണ്ടൊക്കെ ഒരു പാണിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറ്റായിക ഉണ്ടോ? അതോ അല്ല, ഇതുവരെ ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല. മാരാർ സമുദായക്കാർ തന്നെയാണ് ചെയ്യാറ്. അത് കേട്ടാൽ എനിക്ക് മനസ്സിലാവും. അത് അനവധി കാലം കേട്ടതുകൊണ്ട്. അത് ഞങ്ങളുടെ നാട്ടിലെ മാത്രം പല പ്രദേശങ്ങളിലും വ്യത്യാസങ്ങൾ, പലതരം പാണികളുണ്ട്. അതൊന്നും എനിക്കറിയില്ല. നാട്ടിലെ പാണികൾ കേട്ട് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ കേട്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറഞ്ഞാൽ പറ്റില്ല. ഞാൻ പറഞ്ഞ കേട്ടാൽ ഇങ്ങനെ മനസ്സിലാവുന്ന അർത്ഥം. അത്രേ ഉള്ളൂ. ശീലമുണ്ട്, കേട്ട് നല്ല ശീലമുണ്ട്. ആ, അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞു. അങ്ങനെയാണോ? 10ാം ക്ലാസ് കഴിഞ്ഞു.
പ്രീ ഡിഗ്രി ഒരു വർഷം അതെവിടെ പോയി? നാട്ടിൽ തന്നെ കൂത്തുറമ്പിൽ കോളേജിൽ പോയി. സെക്കൻഡ് ഇയർ ഞാൻ പോയില്ല. ആ സമയത്താണ് കലാനിലയത്തിലേക്ക് വന്നത്. ഏതാ അന്ന് ഗ്രൂപ്പ് എടുത്തിരുന്നില്ലെങ്കിൽ? കോമേഴ്സ്. അത് ശരി. ഒരു 17 വയസ്സൊക്കെ ആകുമ്പോഴാണ് കലാനിലയത്തിലേക്ക് വരുന്നത്. 90-ലാണ് കലാനിലയത്തിൽ ചേരുന്നത്. 90-ല് 17 വയസ്സ്. അപ്പോൾ അതിന് 1-2 ചോദ്യങ്ങൾ. അത് കളിക്കൊട്ടിലേക്ക് ഈ തിരിയാനുള്ളൊരു കാരണം ആദ്യം അത് ചോദിക്കട്ടെ. ഈ അതായത് നമ്മൾ അതങ്ങനെ ഇപ്പോൾ കളി കണ്ടു, വീണ്ടും പറയട്ടെ, ഇപ്പോൾ ചെണ്ട കണ്ടു, അത് പഠിക്കാൻ തോന്നിയ ഒരു കൗതുകം. അത് കഴിഞ്ഞ് പിന്നെ കളരി കണ്ടു, ശരി, എന്നാലും കളിക്കൊട്ട് പഠിക്കാൻ തോന്നുക എന്ന് പറയുമ്പോൾ ഒരു കൗതുകം കൂടുതലുണ്ട്. അതായത് ഈ തായമ്പക, കേളി മേളങ്ങൾ, പിന്നെ അന്ന് അത്യാവശ്യം പഞ്ചവാദ്യത്തിനൊക്കെ കൂടുമായിരുന്നു. അന്ന് പഞ്ചായത്തിന് കൂടുക എന്ന് പറയുമ്പോൾ തിമലയ്ക്ക് കൊട്ടിയിരുന്നു. തിമല കൊട്ടും, ഇടയ്ക്ക് കൊട്ടും, എല്ലാം ഉണ്ട്. എൽത്താളം പിടിക്കും, ധാരാളം എൽത്താളം പിടിച്ചിട്ടുണ്ട് പഞ്ചവാദ്യത്തിനൊക്കെ. അത് ഈ മട്ടന്നൂർ സംഘത്തിന്റെ ഈ സംഘത്തിൽ അങ്ങനെയാണ് സംഘത്തിലൊരു സമ്പ്രദായം. എല്ലാവരും എല്ലാം ചെയ്യും. ഈ വാദ്യം, അതായത് ഈ ചെണ്ട, തിമില, ഇടയ്ക്ക ഒക്കെ ഉപയോഗിക്കുന്നവർ ഈ കൊമ്പും കുഴലും ഒഴിച്ച്, കൊമ്പിനും കുഴലിനും മാത്രമേ പ്രത്യേക ആളുള്ളൂ. ബാക്കിയെല്ലാം അവർ ചെയ്യാറ്. താളം പിടിക്കും, ചെണ്ട കൊട്ടും, തിമില കൊട്ടും, ഇടയ്ക്ക കൊട്ടും, കൊമ്പും കുഴലിനും വേറെ മദ്ദളവും കൊട്ടും വേണമെങ്കിൽ. അങ്ങനെ ഒരു സമ്പ്രദായമാണ്. മദ്ദളവും കൊട്ടിയിരുന്നു. ഞാൻ ധാരാളം കൊട്ടിയിരുന്നു. ഇപ്പൊന്നും കൊട്ടാറില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ അതെ, അപ്പം ഇത് കളിക്കൊട്ട് പഠിക്കാം എന്നുള്ളൊരു മോഹം. അപ്പം ഈ ഇങ്ങനെയുള്ള പഠനമൊക്കെ ആയപ്പോൾ എപ്പോഴോ തോന്നി എന്തായാലും പഠിക്കണമെന്ന് തോന്നി. അപ്പോൾ തോന്നി അന്ന് കലാമണ്ഡലത്തിൽ അന്വേഷിച്ചു. കലാമണ്ഡലത്തിൽ എൻ്റെ ഒരു സമ്പ്രദായം 8ാം ക്ലാസ്സിൽ ചേരണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പറ്റില്ല. പിന്നെ കോട്ടയ്ക്കൽ അന്വേഷിച്ചു. കോട്ടയ്ക്കൽ ആ വർഷം കുട്ടികളെ എടുക്കുന്നില്ല ചെണ്ടയ്ക്ക്. അപ്പോൾ കലാനിലയത്തിൻ്റെ പത്രത്തിൽ പരസ്യം കണ്ടു, അപേക്ഷിച്ചു, എൻ്റെ ഇൻ്റർവ്യൂ വന്നു. അങ്ങനെ കലാനിലയത്തിൽ കിട്ടി. അങ്ങനെയാണ് കലാനിലയത്തിലെ വിദ്യാർത്ഥിയായിട്ട് വരുന്നത്. 90-ല്. അന്ന് ആരായിരുന്നു അവിടുത്തെ, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ആദ്യം? ആദ്യം ഇൻ്റർവ്യൂ ഉണ്ട്. അതിനാരായിരുന്നു നടത്തി? ഇപ്പോൾ ഓർമ്മ ഉണ്ടെങ്കിൽ. അതെനിക്ക് ഓർമ്മയില്ല, അറിയില്ല. വേഷക്കാരടക്കം ഇൻ്റർവ്യൂവിനുണ്ടാവും, കുറച്ച് പേര് ഇരുന്നിട്ടാണ്. ശരി. അത് കഴിഞ്ഞിട്ട് ആ വർഷക്കാലത്ത് കുഞ്ചുണ്ണിയാശാനൊക്കെ തന്നെ ആയിരിക്കും കുഞ്ചുണ്ണിയാശാനാണ് പ്രധാന അധ്യാപകൻ. കലാമണ്ഡലം കുഞ്ഞുണ്ണി, കലാനിലയം കുഞ്ഞുണ്ണി. അതെ, ഓക്കെ. അപ്പോൾ അപ്പുവാശനായിരുന്നു പ്രിൻസിപ്പളായിട്ട്. ശ്രീനാരായണപുരം പ്രിൻസിപ്പാൾ അദ്ദേഹമായിരുന്നു. അപ്പോൾ അങ്ങനെ, അപ്പോൾ അത് ആ വർഷക്കാലം 90 ഇടവപ്പാതിക്കാണ് കലാനിലയത്തിൽ. ജൂണിൽ. അതെ. അപ്പം അത് അവിടെ വീണ്ടും നമ്മൾ ദക്ഷിണ വയ്ക്കുന്നു, തുടങ്ങുന്നു. അന്ന് കൂടെ പഠിക്കാൻ എൻ്റെ കൂടെ ചെണ്ടയ്ക്ക് എൻ്റെ പിന്നെ ഒപ്പം ആരുമില്ല. എൻ്റെ തൊട്ട് സീനിയറായിട്ടുണ്ടായിരുന്നത് കലാമണ്ഡലത്തിൽ പഠിച്ച കലാമണ്ഡലം നന്ദകുമാരൻ. അദ്ദേഹം ഇവിടെ പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുന്ന സമയം, 2ാമത്തെ വർഷം. അപ്പോൾ എൻ്റെ ഒപ്പം ആരുമില്ല, എൻ്റെ താഴെയില്ല. അല്ല, താഴെ ഉണ്ടാവില്ലല്ലോ, ഒപ്പമില്ല, മേലെ ഒരാളേ ഉള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ ആ വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ചെണ്ടയ്ക്ക് വേറെ ആൾ വന്നത്. ആ വർഷം അതാരാ വന്ന്? വേറെ പയ്യൻ, ആയിക്കോട്ടെ, അത് കാര്യമില്ല. അപ്പോൾ ഉണ്ണിയായിരിക്കണം. അത് ശരി. അപ്പോൾ ഈ അന്ന് പ്രധാനമായിട്ട് പഠിപ്പിക്കാൻ കുഞ്ഞുണ്ണിയാശാൻ തന്നെയാണ്. കുഞ്ഞുണ്ണിയാശാനും ശിവദാസാനും ഉണ്ട്. ശിവദാസാൻ അപ്പുവാശാൻ പ്രിൻസിപ്പളായിട്ടുണ്ട്. അപ്പുവാശാനും ചില നിർദ്ദേശങ്ങളൊക്കെ പറയും. പഠിപ്പിക്കില്ല, നേരിട്ട് പഠിപ്പിക്കില്ല. അല്ല, ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഈ മുൻപ് പഠിച്ചിടത്തോളം പാഠങ്ങൾ ഏത് രീതിയിൽ സാധകത്തിന് അപ്പുറം വല്ല സഹായം ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് സഹായമുണ്ട്. അതായത് എനിക്ക് ഓർമ്മ, ഞാൻ ക്ലാസ്സിൽ വന്ന് തുടങ്ങിയപ്പോൾ ആദ്യത്തെ ദിവസം എന്നെ രാവിലെ പിന്നെ തായമ്പ കൂട്ടിച്ചു. തായമ്പ് കൂട്ടി കേൾപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷം കേളി കൊട്ടി കേൾപ്പിച്ചു. എനിക്ക് അപ്പം തന്നെ കളിക്കൂട്ടിൻ്റെ ക്ലാസ് തുടങ്ങി. അതായത് കേളിയുടെ അലങ്കാരം മുതൽ, അലങ്കാരം ഇല്ലാത്ത കേളിയാണല്ലോ ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ കഥകളി കേളിക്ക് മാത്രമേ അലങ്കാരം വേണ്ടൂ. അപ്പോൾ അലങ്കാരം പഠിപ്പിച്ചു. പിന്നെ പുറപ്പാട് തുടങ്ങി. വേഗം ക്ലാസ് തുടങ്ങി. ഞാൻ വന്ന വർഷം തന്നെ ഓണം കഴിയുമ്പോഴത്തേക്ക് ഞാൻ ചൊല്ലിയാട്ടക്കളയിലേക്ക് കയറി. പുറപ്പാടും മേളപ്പുതൊക്കെ സാധാരണ ഒരു കൊല്ലെങ്കിലൊക്കെ അതിനെടുക്കും. അതെ. അല്ല, അത് വെച്ചാൽ അത്രയും ഞാൻ ഇവിടെ ശരിക്കും പറഞ്ഞാൽ 5-6 വർഷത്തോളം ശീലമുണ്ടല്ലോ. ശീലം ഉള്ളതുകൊണ്ട് അപ്പോൾ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാക്കുന്നതിന് കുറച്ച് വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഈ അലങ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് എന്താ കൃത്യം ഉദ്ദേശിച്ചത്? കേളിക്ക് കേളിയുടെ ആദ്യത്തെ കൊലുബലിന് ശേഷം മുഖം കൊട്ടുന്നതിന് തൊട്ട് മുമ്പായിട്ട് കൊട്ടുന്ന ഒരു മിനിസ്റ്റൊന്ന് വായത്താരി പറഞ്ഞാൽ
നഗണന ഗഡതക അഡതക 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 അഡഡഡഡ് നഗണന ഗഡതക അഡതക 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 അഡഡഡഡ് നഗണന ഗഡതക അഡതക 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 അഡഡഡഡ് നഗണന ഗഡഡഡഡ് നഗണന ഗഡഡഡഡ് നഗണന ഗഡഡഡ് നഗണന ഗഡഡഡ നഗണന ഗഡഡഡ നഗണന ഗഡഡ രണ്ടാമത്തെ ആവർത്തി തുടങ്ങും. അപ്പോൾ ഇത് സ്വതേ മറ്റേ കേളിക്കില്ല. ഇല്ല, അത് ഒരു ദേശത്തും ഇല്ല. അല്ലെങ്കിൽ കഥകളിക്ക് മുമ്പ് കൊട്ടുന്ന, അതായത് കഥകളി ഉണ്ടെന്ന് അറിയിക്കാൻ വൈകുന്നേരം കൊട്ടുന്ന കേളിക്കാണ് ഈ അലങ്കാരത്തോടു കൂടി കൊട്ടി കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ മാതിരിയൊക്കെ പഠിച്ച് ചൊല്ലിയാട്ട കളിയിലേക്ക് കയറി. പക്ഷെ കളിക്കൊട്ടിൽ അരങ്ങേറ്റായിട്ട് അത് 91, അതായത് ചേർന്ന് 2ാമത്തെ വർഷം കലാനിലയത്തിൽ വിജയദശമി ദിവസം. അത് ശരി. സ്വതേ അങ്ങനെയാണ് സമ്പ്രദായം. ആ സമ്പ്രദായത്തിൽ തന്നെ മുറക്കെ അരങ്ങേറ്റം. ഞാനും എൻ്റെ കൂടെ അന്ന് പാട്ട് പഠിക്കാൻ എൻ്റെ കൂടെ ചേർന്നിരുന്നത് രാജീവൻ, കലാനിലയം രാജീവൻ. ഞങ്ങൾ ഒരുമിച്ചാണ് അരങ്ങേറ്റം. അത് ശരി. അത് കഴിഞ്ഞ് അപ്പം പിന്നെ ആ കാലത്ത് ഇടയ്ക്കൊക്കെ നാട്ടിലേക്ക് ഈ വേനൽക്കാലം അവധികളിൽ ഓണം വെക്കേഷൻ, ക്രിസ്മസ് വെക്കേഷൻ, പിന്നെ സമ്മർ വെക്കേഷൻ 2 മാസം. അങ്ങനെ അതല്ലെങ്കിൽ താമസം കലാനിലയത്തിൽ തന്നെ, ഉള്ളിൽ തന്നെ, കലാനിലയത്തിൻ്റെ ഉള്ളിൽ തന്നെ താമസം. അങ്ങനെ വന്നപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ അമ്പലമുള്ളത്, കൂടൽമാണിക്യ ക്ഷേത്രം. അപ്പോൾ അവിടെ പോക്കും അല്ലെങ്കിൽ വെളിച്ചാകുമ്പോൾ തൊഴാൻ പോക്കും എന്നും പോകും. എന്നും 2 നേരം അമ്പലത്തിൽ പോകും. കാലത്തും വൈകുന്നേരം അമ്പലത്തിൽ പോകും എല്ലാ ദിവസവും. പിന്നെ ഈ ഒരു വേനലൊക്കെ അതിനുള്ളിൽ കഴിയുമ്പോഴേക്കും ഇപ്പം ചില രീതിയിലെങ്കിലും നമുക്ക് ആ പ്രദേശത്തിൻ്റെ ചില പ്രാദേശികമായിട്ടുള്ള സാംസ്കാരിക പ്രത്യേകതകൾ ചിലതൊക്കെ അറിഞ്ഞു തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇപ്പോൾ അതായത് മേളങ്ങൾ കുട്ടുമ്പത്തിനുള്ള, അതായത് നാട്ടിൽ നിന്ന് കൊട്ടി ശീലിച്ചതോ കേട്ട് ശീലിച്ചതോ അല്ലാണ്ട് നമ്മൾ ഇവിടെ വന്ന് ഇരിങ്ങാലക്കുട ഉത്സവത്തിനൊക്കെ കാണുമ്പോൾ മേള സമ്പ്രദായം നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു നമുക്ക് ആദ്യമായിട്ട് കാണുമ്പോൾ. അപ്പോൾ ആ വ്യത്യാസം തിരിച്ചറിയാനും പിന്നെ 1-2 വർഷം കഴിയുമ്പോൾ അതിന് കൂടി കൊട്ടാനും പരിപാടികൾക്ക് പോകാനൊക്കെ തുടങ്ങിയപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ എന്താണത്. പഞ്ചാരി 1-ാം കാലം ഞാൻ അതിനു മുമ്പ് കേട്ടിട്ടില്ല. ഇവിടെ വന്നിട്ടാണ് കേൾക്കുന്നത്. അത്ര പോലും 1-ാം കാലം അവിടെ ഇല്ല. അവിടെ തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് ഈ വലിയ മേളവും വലിയ പഞ്ചവാദിയൊക്കെ ഇത്രയും ദൈർഘ്യമേറെ നടക്കുന്ന സ്ഥലമുള്ളൂ. അവിടെ ഒന്നുണ്ട്. അവിടെ നീളത്തിലുണ്ടാവില്ല. അവിടെ ഉണ്ട്. അതോ ഈ 1-2 ഒന്നിച്ചു കൊട്ടുന്ന രീതിയിലുള്ള അങ്ങനെയാണോ പഞ്ചാരി? 2-ാം കാലത്തിൻ്റെ അക്ഷരകാലത്തിൽ 1-ാം കാലത്തിലെ സായൽ കൊട്ടുന്ന പരിപാടിയില്ലേ? അല്ല, അങ്ങനെയല്ല. അങ്ങനെയല്ല. അതിപ്പോൾ ഞാൻ പറഞ്ഞതിപ്പം പഞ്ചാരി 2-ാം കാലം മുതലാണ് മേളം തുടങ്ങണമെന്ന് വെച്ചാൽ ഈ പഞ്ചാരി 1-ാം കാലത്തിലുള്ളത് പോലെ തന്നെ നേർകോല് നില എന്ന് പറഞ്ഞൊരു ഘട്ടം അത് കൊട്ടണം. അത് കൊട്ടിയേ തീരൂ 2-ാം. അതുകൊണ്ടായിരിക്കും അല്ല അവിടെ 1-ാം കാലം തിരുവങ്ങാട് ആയിക്കോട്ടെ. അത് കഴിഞ്ഞ് അപ്പം അങ്ങനെയുള്ളത് ചില കാര്യങ്ങളൊക്കെ ഇവിടെ ശ്രദ്ധിച്ചു തുടങ്ങി. കഥകളിക്കും ധാരാളമായിട്ട് ഈ ട്രൂപ്പിൻ്റെ അല്ലാതെ വല്ല കളിക്ക് പോകാനൊക്കെ താല്പര്യം, അല്ലെങ്കിൽ അരങ്ങിനോടൊരു പ്രണയം കൂടുതലായിട്ട് തോന്നി തുടങ്ങിയോ? അന്ന് 3-ാമത്തെ വർഷമൊക്കെ ആയപ്പോഴത്തേക്ക് കുറേശ്ശെ വളരെ ചുരുക്കം ചില കഥകളിക്കൊക്കെ പോകാൻ തുടങ്ങി. 3-ാമത്തെ വർഷവും 4-ാമത്തെ വർഷമൊക്കെ ആയപ്പോൾ കുറേ കളികൾക്കൊക്കെ പോയിരുന്നു. 3-ാം ചെണ്ടക്കാരനൊക്കെ ആയിട്ട് പലതിലും കഥകളിയൊക്കെ പങ്കെടുക്കാൻ പറ്റി. അപ്പോഴും ആദ്യത്തെ കഥയ്ക്കൊക്കെ കൊട്ടാനൊക്കെ ഇല്ല, അത്രയ്ക്കൊന്നും ആയിട്ടില്ല. കളരിയിൽ എല്ലാ ദിവസാന ചൊല്ലിയാട്ടങ്ങളും വേഷം കുട്ടനാശാനാണ് പ്രധാനാശാൻ. കുട്ടനാശാൻ, രാഘവനാശാൻ, ഗോപാലകൃഷ്ണനാശാൻ, ഗോപിയാശാൻ. അതെ. മറ്റേ ഗോപി ഏത് നിലയിൽ നിങ്ങളൊക്കെ ഒരു പ്രായം? അതല്ല, അതിനേക്കാൾ മുമ്പ് പഠിച്ചു പോയതാണ്. ഇവിടെ അധ്യാപകനായിട്ടില്ല. ഞാനൊക്കെ പോയതിന് ശേഷമാണ് പിന്നെ ഇവിടെ അധ്യാപകനായിട്ട് വരുന്നത്. ഗോപിനാഥൻ. അപ്പോൾ അതേമാതിരി അന്നത്തെ മദ്ദളക്കാർ ഒപ്പം കൂട്ടുമ്പോൾ നമുക്ക് അവരാണ്. എൻ്റെ ഒപ്പം മദ്ദളക്കാരനാരുമില്ല ആ ഇയറിൽ. എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന കളരിയിലൊക്കെ എൻ്റെ കൂട്ട് മനോജായിരുന്നു. മനോജ് എനിക്ക് മുമ്പ് ചേർന്നതാണ് കലാനിലയം മനോജ് ചേർത്തല. അപ്പോൾ എൻ്റെ കളരിയിൽ എനിക്ക് കൂട്ട് മനോജായിരുന്നു. പഠിപ്പിക്കാൻ അന്ന് ആരാ മദ്ദളത്തിന്? ഈശ്വരവാരരാശൻ ഒരാൾ തന്നെ. ചുട്ടിക്ക് പരമേശ്വരാശൻ. ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഉദയം പറഞ്ഞതിന് മനസ്സിലായത് ആ കാലത്ത് കളിക്ക് കുറേയും കൂടിയൊക്കെ
കൊട്ടാൻ തുടങ്ങി. അതേസമയം തന്നെ കഥകളി കാണാൻ എവിടെയെങ്കിലുമൊക്കെ മോഹമായിട്ട് പോയി തുടങ്ങലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതും ഉണ്ടായിരുന്നു. അവിടെ കളിയാണ്, ഇവിടെ കളി ഇല്ല, അങ്ങനെ കുറവാണ്. അത് ശരി. അന്ന് പിന്നെ ഒന്നാമത് വിദ്യാർത്ഥിയായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ അങ്ങനെയില്ല, പരിപാടികൾക്ക് പോകാൻ പറ്റിയാൽ പോകുക, അത്രേ ഉള്ളൂ. സാന്ദർഭികമായിട്ട് ചോദിക്കട്ടെ, ഈ കഥകളിക്ക് ഉള്ള ചെണ്ടക്കാർ ഇടയ്ക്ക് കൊട്ടുമ്പോൾ അവർ അതിനായിട്ട് പ്രത്യേകമായിട്ട് ഇണങ്ങേണ്ടതായിട്ടോ ഒരുങ്ങേണ്ടതായിട്ടോ ഉണ്ടോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചവാദ്യമാണോ അതല്ലെങ്കിൽ ധാരാളം കൂട്ടുക ഇടയ്ക്കിടെ മുകളിൽ, പിന്നെ കുട്ടിപ്പാടി സേവ വേറെയാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി സ്ത്രീവേഷത്തിനാവാം, പലപ്പോഴും മൃദുവായിട്ടുള്ള മുദ്രകളാവാം. അപ്പോൾ അതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ ചോദിച്ചിട്ട് നമുക്ക് ആ വിഷയം വിടാം. അതെ, അതിലിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഒരു ഇടയ്ക്ക മുദ്രയ്ക്ക് കൂടണമെന്നില്ല എന്നാണ് ഞാൻ പറയാം. എൻ്റെ അഭിപ്രായം ഇടയ്ക്ക ആ സന്ദർഭത്തിനനുസരിച്ച്, ആ ഭാവത്തിനനുസരിച്ച് പാട്ടിൻ്റെ കൂടെ ശ്രുതി ചേരാൻ പറ്റുന്ന ആളാണെങ്കിൽ ശ്രുതി ചേർന്ന് അതിനെ ഒന്ന് ഭംഗിയാക്കുക. മറ്റത് മദ്ദളക്കാരൻ ചെയ്യുന്നതാണ് ഭംഗി എന്നാണ് എനിക്ക് തോന്നുന്നത്. ആയിക്കൊള്ളുന്നില്ല അല്ല. അപ്പോൾ അത് വേറെ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞു തരുമോ ആശാന്മാർ? അത് നമ്മൾ കേട്ടില്ല. അത് അന്ന് എങ്ങനെയാ വെച്ചാൽ, അന്ന് കുട്ടിയാകുമ്പോൾ ഈ സ്ത്രീവേഷം ഉള്ള സ്ത്രീവേഷത്തിൻ്റെ സമയത്ത് ഇടയ്ക്ക് തന്ന് വിടും, അരങ്ങത്തേക്ക് വിടും. അതങ്ങനെ ശീലമാവും, അതങ്ങനെ പഠിപ്പിക്കൊന്നും പതിവില്ല, ഉണ്ടായിട്ടില്ല. ഇടയ്ക്കിടെ കൈ ശരിക്ക് ഇത് വേറെ തന്നെയല്ല. ഇടയ്ക്ക് പഞ്ചവായത്തിനായാലും ഞാൻ പഠിച്ചിട്ടില്ല. അങ്ങനെ അല്ലെങ്കിലും ഇടയ്ക്ക പഞ്ചവായത്തിന് അങ്ങനെ പഠിപ്പിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. തിവിലയാണ് പഠിക്കുക, അതന്നെയാണ് ഇടയ്ക്ക് കൂട്ടും. പക്ഷെ മറ്റേ സാധകം ചെയ്യാനുള്ള ഒറ്റ കൈയും ഒക്കെ അത് പിന്നെ ഞാനൊന്നും സാധകം ചെയ്തിട്ടല്ല ഇടയ്ക്ക് കൂട്ടാറായത്, ഇടയ്ക്ക് കുട്ടി കൂട്ടാറായതേ ഉള്ളൂ. ആയിക്കോട്ടെ. അല്ല, ഈ പാരമ്പര്യമായിട്ട് ഈ മാരാർ വിഭാഗത്തിലുള്ളവർ ഇടയ്ക്ക് കൂറുകൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവർക്ക് പഠിക്കേണ്ടതുണ്ട്, അവരതൊക്കെ പഠിക്കുന്നുണ്ട്. ഈ പഞ്ചവാദ്യത്തിനായിട്ടൊരു മിക്കവാറും തിബിലയാണ് പഠിക്കുക എന്നാണ് ഞാൻ ധരിച്ചിട്ടുള്ളത്. അത് ശരി, ആയിക്കോട്ടെ. അതിൻ്റെയൊക്കെ അടിസ്ഥാനം അവിടെയാണ്.